അതിമനോഹരമായ നാട്. കാണാത്ത സ്ഥലങ്ങൾ തേടി തേടി പോവുക. കയറ് കുടുങ്ങിക്കണേ. നമ്മൾ അറുവാരുണ്ടായതുകൊണ്ടേ ഒപ്പം അതിനെ പേർത്തി കൊടുക്കണം. സെറ്റായി സെറ്റായി പോലെ പോലെ അല്ല വണ്ടി വരുന്നുണ്ടല്ലേ. അവ അതവിടെ കുടുങ്ങിക്കേനെ അതിനെ പേർത്തി കൊടുത്തു കേട്ടോ. വീഡിയോ എടുക്കണം, വണ്ടി വിടണം. എന്താ ബീഫ് നമ്മളിപ്പോ വരുന്നതേ മണ്ണാർക്കാട് അട്ടപ്പാടി വഴി പിന്നെ മേട്ടുപ്പാളയം ചാടിയിട്ട് അവിടുന്ന് മേട്ടുപ്പാളയത്തിൽ നിന്ന് കൂനൂർക്കുള്ള ചോരാണത്. ഈ കാണുന്ന ഊട്ടി കിന്നക്കോരയിൽ പോകുന്ന വഴി. കൂടുതൽ ആളുകളും നമ്മളെ നാടുകാണി വഴിയാ പോവാ. പക്ഷെ നമ്മൾ പുതിയ റൂട്ട് തേടിപ്പോയി. മണ്ണാർക്കാട് അട്ടപ്പാടി കയറി മേട്ടുപ്പാളയം കയറി. മേട്ടുപ്പാളയത്തു നിന്ന് ഇപ്പോൾ ഊട്ടിൻ്റെ അടുത്ത് വേറെ റൂട്ടിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ കിന്നക്കോരയിൽ പോകാനത്. കൂടുതൽ ആളുകളും പല റൂട്ടിലാണ് പോവുക. പക്ഷെ നമ്മൾ കുറച്ച് ദൂരം കറങ്ങിയിട്ടാണെങ്കിലും ഒരു വെറൈറ്റി അനുഭവം ആട്ടത്. ഇതിലെ പോരണം. അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അവിടുന്ന് പോകണേ 160 കിലോമീറ്റർ അല്ലേ. പക്ഷെ ഇത് വീഡിയോസിൽ ക്ലാരിറ്റി ഇല്ലേ. സൂമാക്കിയത് ക്ലാരിറ്റി ഇല്ല. ഒന്നും പറയാനില്ല. യാത്രയെ സ്നേഹിക്കുന്ന ആളുകൾ ഈ റൂട്ട് തീർച്ചയായിട്ടും പോകേണ്ടതാണ്. ഒരു വെറൈറ്റി അനുഭവമായിരിക്കും അല്ലേ. വെല്ലിപ്പൊക്കെ കണ്ട അവിടെ വീഡിയോ എടുക്കണേ. വെല്ലിപ്പൊക്കെ ഉറങ്ങി. ഞങ്ങള് ഒരു 7 ആള് ചെക്ക് ചെയ്തു. ഇപ്പൊ ഒരു മുന്നാണി അവിടെ ഇപ്പൊ 26 മണ്ണാർക്കാട് മേട്ടുപ്പാളയം ചോദിക്കാൻ വളിക്കടവിൽ പോയാൽ രാഹുൽ ഗാന്ധി മണ്ഡലം. ഇവിടെ എന്താ ലക്ഷം 19 പൈസ എത്രയുണ്ട്? 5 പേരിന് എടുത്തിട്ട് 5 ലക്ഷം ഉണ്ടാകും. 5 ലക്ഷം
ഒന്നും പറയല്ല. മഞ്ചൂര് എത്തി ഞങ്ങൾ, മഞ്ചൂര്. ഇനി അടുത്തത് കിണ്ണക്കോരൈ. മല കയറി ഇറങ്ങി. ഇനി ഈ കാണുന്ന ഒരു ഭാഗത്തേക്കാണ് കിണ്ണക്കോരൈ. കിണ്ണക്കോരയിൽ മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ 60 കിലോമീറ്റർ കഴിഞ്ഞാൽ മുഖ്യാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഭാഗത്ത് വന്ന് ഇതാണ് കിണ്ണക്കോരൈ ഗ്രാമം. കിണ്ണക്കോരൈ കിണ്ണക്കോരൈന്നല്ലാണ് പേര്. കൊച്ചു ഗ്രാമം. ഇവിടേക്ക് വരുന്ന വഴികളാണ് ഏറ്റവും ഭംഗി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതന്നെ ഉള്ളൂ. പക്ഷെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്ററും ഓരോ കിലോമീറ്ററിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പ്രകൃതികളാണ്. പോട്ടെ പോട്ടെ ഉച്ചക്ക് പോട്ടെ പോട്ടെ. ഗൈസ്, മഞ്ചൂര് ഞങ്ങൾ റൂം എടുത്തു, ഒരു ഫ്ലാറ്റ്. ഇവിടെ ഒരു ഫാനും കൂടി ഇല്ല റിസോർട്ടിൽ. അപ്പൊ കാരണം അറിയാം, തണുപ്പ് അത്രയുണ്ട്. നമ്മൾ ഒരുപാട് റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു മിഡിൽ റൂമാട്ടോ. ഇവിടെ തന്നെ കിട്ടിയ ഇവിടുത്തെ ലക്ഷറി ഇതാണ് മഞ്ചൂരത്തെ. പിന്നെ വേറെ 2 റിസോർട്ട് ഉണ്ട്, അതിൽ ബുക്കായി ഫുള്ളായി. ഞങ്ങളിപ്പോൾ 10 മണിക്ക് വന്നതിന് ശേഷം കിട്ടിയ റൂം. അതൊരു ഫാമിലിക്ക് കൊടുക്കണതാണ്. പക്ഷെ നമ്മളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ബാച്ചിലേഴ്സിന് 7 ആക്കി തന്നതാണ്. ഓക്കെ, 2 ബെഡ്റൂം ഉണ്ട്, ഒരു പാൻട്രി ഉണ്ട്, 2 ബാത്റൂം ഉണ്ട്. പിന്നെ ഞങ്ങൾ ചോറ് ഉണ്ടല്ലേ, ഞങ്ങൾ കൊണ്ടുവന്നിനി രാവിലെ കൊണ്ടുവന്ന 2 നേരം. ഇത് നമ്മൾ രാവിലെ കൊണ്ടുവന്നു. അവിടെ മഹമ്മദ് വല്ലിമ പാത്രം പോറുണ്ട്. ഏഴാള് ചായ ഉണ്ടാക്കണേ ഇതിങ്ങനെ കൂട്ടി തിന്നാ. മോർണിംഗ് വൈബ്. നടക്കാൻ ഇറങ്ങിയാണ് ചെറുക്കന്മാര്. മഞ്ചൂർ, കിണ്ണക്കോര മഞ്ചൂരില്. മഞ്ചൂരാണ് പേര്. റൂമിൽ നിന്ന് ഞങ്ങള് നടക്കാൻ ഇറങ്ങിയാണ്. സമയം 6 മണിയായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ക്ലൈമറ്റ് കണ്ടൊരു 7 കഴിക്കണം. മഞ്ചൂര് സിറ്റി കേട്ടോ, ആകെ ഒരു ടൗൺ ഉണ്ട് ഇവിടെ. 25 കിലോമീറ്റർ പരിധിയിൽ ഈ ഒരു ചെറിയൊരു ടൗൺ തന്നെ ഉള്ളൂ. അവ ഞങ്ങള് നല്ല മഞ്ചൂര് നെയ് റോസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും റോസ്റ്റ് കിട്ടിയിട്ട് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു തരണം. ഇവിടുത്തെ ടോപ്പ് ഹോട്ടൽ ഇതാട്ടോ കുട്ടികളെ, വേറെ ഒന്നുമില്ല. രാമൻജി, എന്താണ് നമ്മളെ റൂമിന്റെ കാര്യം പറയല്ലേ? അല്ല, കൂർക്ക വലിച്ചാണ് വലിയപ്പ ജെറ്റ്. വെള്ളം കിട്ടാത്ത ജെറ്റ്, വെള്ളം വലിച്ചാത്ത ജെറ്റിന്റെ സൗണ്ട് ആയി ഇടക്ക്. ഇപ്പൊ ഞാൻ ശരിക്കും വലിയപ്പ ഒരു കാറ്റ്. നമ്മളെ നാട്ടിലത്തെ നെയ് റോസ്റ്റ് ഇവിടുത്തെ നെയ് റോസ്റ്റ് ആയി. ഇതിപ്പോ ഭാഗ്യയിലെ എളാപ്പാന്റെ കുട്ടിയായിട്ട് വരും ഈ നെയ് റോസ്റ്റ്. ഇത് നെയ് റോസ്റ്റ് തന്നെയല്ലേ, ഭയങ്കര പൊളി, ഒരു രക്ഷയില്ല. പറ്റാത്തോണ്ട് കഴിക്കണം. മഞ്ചൂര് ഏകദേശം 8:30 മണിയാകുമ്പോത്തിന് തിരക്കായിട്ടോ. ഇതാണ് അവസ്ഥ. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി റൂമിൽ പോവാ, ഒന്നും കൂടി ഫ്രഷ് ആവുക, തിരിച്ചടുത്ത ലൊക്കേഷനിൽ പോവും.
ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു വരുന്ന വഴിയിലാണ് ഈ ഒരു കാട്ടിനെ ഞങ്ങൾ കണ്ടത്. ഏകദേശം നമ്മൾ മൊബൈലിനകത്ത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരു കസ്റ്റ് ഒരു 500 മീറ്റർ അപ്പുറത്താണ്. കണ്ടില്ലേ, ഇതാണ്. അപ്പം ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോവാണ്. അപ്പം ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്യണം. റൂം ചെക്കൗട്ട് ചെയ്ത് അടുത്ത സ്ഥലം നമ്മളെവിടെ പോണേ? ആവലാഞ്ചി. പടച്ചോൻ അറിയാതാണ് സ്ഥലം. എന്തായാലും പോയേക്കാം. പോയെടുത്തോളം പെട്ടിട്ടില്ല എന്നല്ലേ. ഒരു പണി ടൂർ വന്നാലും ബിസിനസ് കണ്ടില്ലേ. എന്ത് മഞ്ചൂരിന്റെ പട്ടണം അല്ലേ? മഞ്ചൂർ പട്ടണം ഒന്നും പറയല. രാവിലത്തെ 9 മണിക്കത്തൊരു വ്യൂ ആണ്. ഒന്നും പറയല്ല. എവിടെ നേരല്ലേ? ഇത് വീഡിയോ എടുക്കും വേണം, വണ്ടി വിടും വേണം, ബലത്തുള്ള കേക്കും വേണം. വല്ലാത്ത ഒന്നും പറയല്ല. ഇവിടെയൊക്കെ ബന്ധുങ്ങാട് പോണത്. ഇത് വീഡിയോ മിക്കവാറും ഇതൊന്നും ഉണ്ടാവില്ല. കൊറേ വീഡിയോ എടുത്തു. എങ്ങനെ ഗ്യാപ്പുണ്ടോ? അപ്പൊ ഞങ്ങൾ ആവലാഞ്ചിയിലെത്തിക്കുന്നുണ്ട്. ആവലാഞ്ചി. അപ്പൊ ആവലാഞ്ചിയാണിത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ല. എല്ലാവരും പറയല ആവലാഞ്ചി. പക്ഷെ എന്താ വെച്ചാല് 18 ആണ് ഇപ്പൊ ഇവിടുത്തെ ചൂട് കാണിക്കുന്നത്. തണുപ്പ് 18-ലെത്തി. അപ്പോ നമ്മള് നാട്ടിൽ നിന്ന് പോരുമ്പോ 38-39. ചൂട് കാലത്തും ഇവിടെ തണുപ്പുണ്ട്. ഊട്ടി തീരാറായി. പക്ഷെ പല പറയണത് എന്താ വെച്ചാല് പല സമയങ്ങളിൽ പല ദിവസം പല തണുപ്പ് അനുഭവപ്പെടും. ഇതിനിടയ്ക്ക് ഇപ്പോൾ 2 ദിവസം മുൻപ് ഇവിടെ മൈനസൊക്കെ ആയിരുന്നു പറഞ്ഞു. പക്ഷെ ഇപ്പോൾ മൈനസ് ഒന്നുമല്ല. അപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ടൈക്കൂടെ അങ്ങനെ നടക്കുകയാണ് ഇപ്പം. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ പല സ്ഥലത്ത് പല അനുഭവങ്ങളാണ്. ഫോറസ്റ്റ് കൂടെ പോവാം, ട്രക്കിങ് പോവാം, ഓഫ് റോഡ് പോവാം, എന്നാൽ പ്രകൃതിയും അതേമാതിരി ചായത്തോട്ടം ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവം ഇവിടെ വന്ന് കാണാം. അതാണ് ഇതിൻ്റെ മെയിൻ. പക്ഷെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എല്ലാവരും പറയാം. കാരണം എന്താ വെച്ചാലേ ഇത് മുഴുവൻ വെള്ളമായി നിൽക്കും. അത്ഭുതം എന്താ വെച്ചാലേ ഇത്രയും വേനൽക്കാലത്തും ഇപ്പൊ നേരത്തെ കണ്ട സ്ഥലത്തിന്റെ മുകളിൽ നിന്നേക്കാണ് ഈ വെള്ളം വരുന്നത്. നമ്മളെ നാട്ടിലത്തെ പോയിലും കൂടി ഇത്ര വെള്ളം വരില്ല ഇത്രയും ഫാസ്റ്റില്. കണ്ടു നിങ്ങള് ഇതൊക്കെ ഒരു നല്ല തണുപ്പ്. ഡ്രൈവ് ചെയ്ത് കുഴങ്ങി ഗൈസ്. അവിടെ ഊട്ടിയിലെത്തിയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് 2 പോകണം. അപ്പം കുറച്ച് ആൾക്കാർ ചായ ഉണ്ടാക്കണം. അപ്പം ഞാനെന്ത് ചെയ്തു, കാലും നീട്ടിയാണ് ഞാനും അനീസും അനീസിൻ്റെ ഷോട്ടുകളുണ്ട്. അനീസിനെ കാട്ടി കൊടുക്കുന്നു. ഞാൻ കാട്ടിൻ്റെ അവസ്ഥ. ഇങ്ങനെ അരമണിക്കൂറോടെ ഉറങ്ങും. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് മസിനഗുഡിയാണ് പോകുന്നത്. മസിനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, ഊട്ടി വഴി മസിനഗുഡിയിലേക്ക്. പൈസ മുക്കാ ചൊർക്ക്. ബാക്കി എന്താ പറയുക, പണം പോയി പാറു വരട്ടെ.
നാട്ടിലെത്തി എടക്കര ഒരു ഹോട്ടലിൽ കയറി നമ്മളെ ടൂറ് ഇൻഷാല്ലാ വീഡിയോ അതിൻ്റെ പോവാണ്. ഇനി 20 കിലോമീറ്റർ കൂടെയുള്ള നമ്മളെ ലൊക്കേഷനിലേക്ക്. വെല്ലിപ്പ രാമൻകുട്ടി വീഡിയോ എടുക്കാൻ നിന്നാലേ ഇപ്പൊ കഴിയുമ്പോൾ